പ്രധാനമായ കാര്യം ഗുരുവായൂരിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന പ്രസാദ ഊട്ടം എന്ന് പറയുന്ന, അതായത് ഉച്ചയ്ക്ക് അവിടെ എത്തുന്ന ഭക്തർക്ക് ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഒരു മിനിമം ഉച്ചഭക്ഷണം കൊടുക്കും. ചോറും ഒരു കറി ഒഴിച്ചതും ഒരു 2-3 കൂട്ടാനും ചേർന്ന്, അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ പിന്നെ ഉത്സവ ദിവസങ്ങളിൽ ഒരു 10 ദിവസത്തെ ഉത്സവമുണ്ട്. അത് ഫെബ്രുവരി മറ്റാണെന്ന് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഒരു 10 ദിവസം അവിടെ വരുന്ന എല്ലാവർക്കും ഈ പാള പാത്രത്തിൽ മുതിരയും കഞ്ഞിയും കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ്. മറ്റേതിന് ഈ 83 മുമ്പ് ആഹാരം ആവശ്യമുള്ളവർ ചെയ്യുന്നത്, അവിടെ ഒരുപാട് സാധാരണക്കാർ വരും. അവരൊരു രൂപയോ മറ്റോ കൊടുത്താൽ നിത്യത എന്ന് പറയുന്ന ഒരിത് കിട്ടും. കുറച്ച് ചോറ് കിട്ടും. ചോറെന്ന് പറയുന്നത് ഇങ്ങനെ വറ്റിച്ചുണ്ടാക്കുന്ന ചോറ്, അങ്ങനെ കഞ്ഞിയോളം ഊറ്റിക്കളയില്ല. അപ്പോൾ വളരെ അങ്ങനെ വറ്റിച്ചുണ്ടാക്കുന്ന ചോറ് പോഷക സമൃദ്ധമാണ്. കാര്യം വെള്ളത്തിൽ മറ്റേ പോഷക ഗുണങ്ങളൊക്കെ അലിഞ്ഞു പോകും. അപ്പോൾ എന്നിട്ട് ആളുകൾ കടയിൽ നിന്ന് തൈരും പിക്കിളും കൂടെ വാങ്ങിച്ച് കഴിക്കലാണ് പതിവ്. അപ്പോൾ ഇത് കാണുന്നതുകൊണ്ട് പൊതുവേ അവിടെ ഒരു അഭിപ്രായമുണ്ട്, ഇങ്ങനെ വരുന്ന ഭക്തർക്ക് എല്ലാവർക്കും പോയി ഹോട്ടലിൽ കഴിക്കാൻ വയ്യല്ലോ, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നവർക്ക് തന്നെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അത്ര ഗുണകരമായ ഭക്ഷണമല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് അത് മലബാറിൻ്റെ ഒരു പ്രത്യേകത. മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ എവിടെ പോയാലും ഉച്ചയ്ക്ക് ഭക്ഷണം തരും. മിനിമം ഭക്ഷണമാണെന്നേ ഉള്ളൂ, ചെല്ലുന്നവർക്ക് എല്ലാം ഭക്ഷണം കൊടുക്കും. അത് ചില ക്ഷേത്രങ്ങളില്ല ഭക്തർ പോകുന്നത് ആ ഉച്ചഭക്ഷണം കഴിക്കാനും കൂടിയാണ്. അതായത് അവിടുത്തെ ഈ പിന്നെ എന്താ അന്നത്തെ പൂജ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചെയ്യുന്ന പ്രാർത്ഥനയാണല്ലോ. ഇപ്പം പൂജാരിയാണ് ചെയ്യുന്നതെങ്കിലും ഭക്തർക്കും സമൂഹത്തിനും വേണ്ടി ക്ഷേമം ഉണ്ടാകണേ എന്നും പറഞ്ഞാണല്ലോ ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ. അപ്പോൾ അതിലൂടെ കിട്ടിയ അനുഗ്രഹമാണ് ഈ ഭക്ഷണത്തിലൂടെ വരുന്നത് എന്നുള്ളതാണ് ഭക്തരുടെ. അതോടൊപ്പം ഞാൻ കാണുന്നത് പുറത്ത് ഹോട്ടലുകാരുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സാധാരണക്കാർ ഗുണമൂല്യമുള്ളത്, ഗുണമൂല്യം എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ എന്നുള്ള രീതിയിലല്ല, വേറെ അതിനകത്തൊന്നും ചേരില്ലല്ലോ, അത് ഡയറക്റ്റായിട്ട് നമുക്ക് വെച്ചുണ്ടാക്കി തരും. അപ്പോൾ അതിന് ഒരു മാർഗ്ഗമില്ലല്ലോ എന്ന് പലപ്പോഴും ദേവസ്വത്തിലെ ജീവനക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഈ ഓഡിറ്റ് ചെയ്തപ്പോൾ അത് അവരുമായുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലായതാണ്, ഉപയോഗിക്കാതെ ചില ഫണ്ടുകൾ രൂപം കൊള്ളും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ നാൾ കാർത്തികയാണ്. അപ്പം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ, എന്നെപ്പോലെ ഒരാൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ദൂരെ നിന്നുള്ളവർക്ക് എല്ലാ മാസവും അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഗുരുവായൂർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൗണ്ടറിൽ പണം അടയ്ക്കും. എല്ലാ മാസവും കാർത്തിക നാളിൽ പുഷ്പാഞ്ജലി. അപ്പോൾ ഒരു 2 രൂപയാണ് പുഷ്പാഞ്ജലി എന്ന് വിചാരിക്കും. അന്നത്തെ പുഷ്പാഞ്ജലി 1, 2, 5 അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ 2 രൂപയുടെ ഒരു പുഷ്പാഞ്ജലി ആണെങ്കിൽ ഒരു വർഷം 12 പ്രാവശ്യമായിരിക്കും നാൾ വരെ, ചിലപ്പോൾ അപൂർവമായി 13 പ്രാവശ്യം വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 12, 2, 24 രൂപ. ആരും 24 രൂപയായിട്ട് അടയ്ക്കില്ല, ഒന്നീ 25 രൂപ, ഇല്ലേ 50 രൂപ 2 വർഷത്തേക്ക്. അപ്പോൾ അവിടുത്തെ അക്കൗണ്ട് ബുക്കിൽ നാൾ വഴി എന്ന് പറയും, അതായത് കുറേ പേജുകൾ ഒരു നാളിന് മാറ്റി വയ്ക്കും. അപ്പോൾ കുറേ പേജുകൾ കാർത്തിക മാത്രമായിരിക്കും, കുറച്ച് തിരുവാതിര മാത്രമായിരിക്കും, അങ്ങനെ. അപ്പോൾ ഓരോ ദിവസത്തെ നാൾ നോക്കിയിട്ട് ആ പേജ് എടുക്കും.
അപ്പോൾ ആ പേജ് ദിവസം ആരൊക്കെ വഴിപാടിന് പറഞ്ഞിട്ടുണ്ടോ അത് ഈ ഭക്തരവിടെ വന്നില്ലെങ്കിൽ പോലും അതിന് ഈ കൗണ്ടറിൽ നിൽക്കുന്ന പിന്നെ ഇല്ലെങ്കിൽ കൗണ്ടറിനോടനുബന്ധിച്ചുള്ള ഡ്യൂട്ടിയുള്ള ഒരാളുടെ ജോലിയാണ് ആ ദിവസം ആ നാളിന് ആർക്ക് എന്തെല്ലാം വഴിപാട് പറഞ്ഞിട്ടുണ്ട്. ഈ പിന്നെ ഇത് മാത്രമല്ല, അർച്ചന മാത്രമല്ല, പലതരത്തിലുള്ള വഴിപാടുകളുണ്ട്. പിന്നെ അപ്പം, അട, പഴം, പഞ്ചസാര, അങ്ങനെ പലതരം, പാൽപ്പായസം, പല തരത്തിലുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേക റെസീപ്റ്റ് എഴുതും. ഇതിൻ്റെ ഫണ്ട് ഓൾറെഡി ദേവസ്വം അക്കൗണ്ടിലുണ്ട്, ഇത് ചെലവഴിക്കുന്നതായിട്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ 2 രൂപ 12 നാളിൽ 2 വർഷം, അപ്പോൾ 24 മാസം അല്ലേ? അപ്പോൾ 24 ഗുണം 2 48 രൂപയാവുള്ളൂ. ബാക്കി 2 രൂപ അവിടെ കിടക്കും. അത് പിന്നെയും ആ ഭക്തൻ വന്ന് ഇനിയും കുറച്ച് നാളത്തേക്കും കൂടെ അപ്പോൾ ഈ പണം അങ്ങോട്ട് ചേർത്ത് കൊടുക്കും. പക്ഷെ മിക്ക കേസുകളിലും അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഒരു വർഷമോ വല്ലതും കീപ്പ് ചെയ്തിട്ട് ഇവർ വരുന്നില്ലെങ്കിൽ ഈ ഫണ്ട് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റും. അങ്ങനെ എത്രയോ പേരാണ് ഒരു വർഷം വരുന്നത്. ചിലപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടായിരിക്കും ആളുകൾ, അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ വരുന്നവരുണ്ടാവും, മലയാളികൾ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതായിട്ട് ലക്ഷങ്ങളായിട്ട് അക്കൗണ്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു തീരുമാനം അവിടെ എടുത്തിട്ടില്ല. അതല്ലെങ്കിൽ ടോപ്പിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. കാര്യം ഇത് അമ്പലത്തിനകത്തെ അക്കൗണ്ടിൽ നടക്കുന്നതാണ്, പക്ഷെ പണം പോകുന്നത് ദേവസ്വം അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ ഉപയോഗിക്കാതെ ഇങ്ങനെ ഫണ്ട് കിടക്കുന്നു വേർതിരിച്ചറിയില്ല. അതിന് വേറൊന്നും ആവശ്യമില്ല. ഈ ദേവസ്വത്തിനൊരു മാനേജിങ് കമ്മിറ്റിയുണ്ട്. ഈ മാനേജിങ് കമ്മിറ്റി ഒരു തീരുമാനം എടുത്താൽ മതി. കാര്യം ഈ മാനേജിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കളക്ടറുടെ റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥനാണ്. ഗവൺമെൻറ് ഇത് ഡെപ്യൂട്ടേഷൻ വഴി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് തീരുമാനിക്കാം. പിന്നെ ഹിന്ദു സംഘടനകളുടെ പ്രതിനിധികളുണ്ട്, പിന്നെ ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധികളുണ്ട്, പിന്നെ ഈ അമ്പലമായിട്ട് പാരമ്പര്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന സാമൂതിരിയുടെ കാലം തൊട്ടേ ഉള്ള ഒരു നമ്പൂതിരി കുടുംബമുണ്ട്, പിന്നെ ക്ഷേത്രം തന്ത്രിയുണ്ട്. ഇവരെല്ലാം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് മേഖലയിൽ നിന്നുള്ളവരുണ്ട്. ഒരു മെമ്പറാണെങ്കിൽ ഹിന്ദു SC ST വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കും. അങ്ങനെ സമൂഹത്തിലെ പല കാറ്റഗറിയിൽ നിന്നുള്ളവർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ തീരുമാനം എടുത്താൽ മതി. പക്ഷേ അതിന് ഈ മാനേജിങ് കമ്മിറ്റിയിൽ 3 വർഷത്തേക്ക് വരെയാണ് ഒരു കൂട്ടർ മാറി പിന്നെ ഒരു കൂട്ടർ വരും. അപ്പോൾ ഇവർക്കത് അറിയില്ലല്ലോ. അപ്പം നമുക്ക് ഓഡിറ്റ് ചെയ്തതുകൊണ്ടും ഇല്ലേ ദേവസ്വത്തിലെ അക്കൗണ്ട്സ് ചെയ്തവർക്കും അറിയാം. അറിഞ്ഞിട്ടും അവരാരും ഇത് മാനേജിങ് കമ്മിറ്റിയുടെ ശ്രദ്ധപ്പെടുത്തിയില്ല. തന്നെയല്ല, അവർ പറയാൻ ചെന്നാൽ തന്നെ അവിടുത്തെ സീനിയർ ഓഫീസേഴ്സ് കേൾക്കണമെന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ദേവസ്വം ജീവനക്കാരൻ്റെ മാനേജിങ് കമ്മിറ്റിയിൽ നോമിനി ഉണ്ടല്ലോ, ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഷൈൻ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അവരത് വിനിയോഗിക്കും. പുള്ളി ദേവസ്വം ജീവനക്കാരുടെ ലീഡറായി ഇച്ചിരി പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ പുള്ളി ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ ഒരു സൂത്രം പറഞ്ഞു തരാം നടപ്പാക്കാമോ എന്ന് ചോദിച്ചു. സാറേ, മറ്റ് നിയമ തടസ്സമൊന്നും ഇല്ലെങ്കിൽ അത് നടപ്പാക്കാം. ഞാൻ മാനേജിങ് കമ്മിറ്റിയിൽ പറഞ്ഞാൽ അത് ഓഡിറ്റർ പറഞ്ഞാന്ന് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു അത് ധൈര്യമായിട്ട് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഫണ്ട് കിടപ്പുണ്ട്, ഇവിടെ പലരും ഇവിടെ ഉച്ചയ്ക്ക് എത്തുന്നവർ, പ്രത്യേകിച്ച് സാധാരണ ഭക്തരെന്നുള്ള നിലയിലേ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ നമ്മളത് ചിന്തിക്കുമ്പോൾ സാധാരണക്കാരായ ഭക്തരെ ആയിരിക്കുമല്ലോ മനസ്സിൽ കൂടുതൽ കാണുക. അപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ആ പുള്ളി ഈ വിഷയം എന്നിട്ട് ഞാനത് പിന്നെ ഈ അന്ന് ഈ കളക്ടറുടെ റാങ്കുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി വേറൊരു ഉദ്യോഗസ്ഥൻ ഉണ്ട്.
ആ പുള്ളി നേരത്തെ ദേവസ്വത്തിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ടിരുന്ന് എന്ന് പറയാൻ ഗവൺമെൻറ്റിൽ നിന്ന് വന്ന് റിട്ടയർ ചെയ്തപ്പോൾ അവിടെ അഡ്വൈസറായി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ പുള്ളിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധി ഇത് മാനേജിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ പുള്ളിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലേ, ക്രെഡിറ്റ് ഇയാൾക്ക് മാത്രമാവില്ലേ, ആ ശരിയാണ് ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിലും പെട്ടി, നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാം. അവിടെ വെച്ചിട്ട് പ്രസാദ് ഊട്ട് തുടങ്ങാൻ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആ തീരുമാനമെടുത്തതിന് ആ കമ്മിറ്റിയിൽ ഞാൻ ഒരു മെമ്പറായിരുന്നില്ല. പക്ഷെ ആ തീരുമാനം എടുപ്പിക്കുന്നതിന് അതിൻ്റെ ഒരു സാങ്കേതിക വശം ശ്രദ്ധയിൽപ്പെടുത്തി കൊടുക്കുകയും, അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രയോ വർഷങ്ങളായി അക്യുമുലേറ്റ് ചെയ്ത്, ഒരു പക്ഷേ 10-50 വർഷമായി അക്യുമുലേറ്റ് ചെയ്ത് കിടന്ന ഫണ്ട്, അതിനു മുമ്പ് അത്രയും ഫണ്ട് ഗുരുവായൂരിലേക്ക് വരുന്നില്ല, ആ വർഷങ്ങളായി അക്യുമുലേറ്റ് ചെയ്ത ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്ക് മുമ്പേയും അവിടെ ഓഡിറ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർ വന്നിരുന്നു, അവരും പറഞ്ഞില്ല. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മറ്റാരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നേരത്തെ സംഭവിക്കുമായിരുന്നു. അത് പറഞ്ഞാൽ അത് നടപ്പാവുകയും ചെയ്തു. ഇപ്പോഴും തുടരുന്നുണ്ട്. എൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഒരു ദിവസം ഒരു 500-ന് മേലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് അതെ അല്ലേ, പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതെ 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 അതെ. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം തുടങ്ങി വെക്കുന്നതിന് ഒരു നിമിത്തമായി. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് മനസ്സിലാക്കുന്നവർ പ്രസാദ് ഊട്ട് നടപ്പാക്കിയത് ഞാനാണ് എന്ന തരത്തിൽ അത് മനസ്സിലാക്കരുത്. പക്ഷേ ആ തീരുമാനം എടുപ്പിക്കുന്നവരൊക്കെ വേണ്ട അതിൻ്റെ ഒരു സാങ്കേതികമായ അല്ലെ അക്കൗണ്ടിങ്ങിൽ പിന്നെ ശ്രദ്ധയിൽപ്പെടാതെ കിടന്ന ഒരു എമൗണ്ട് വിനിയോഗിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഉപദേശം കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഓഡിറ്റിൽ എന്നേക്കാൾ ഞാൻ അന്ന് അവിടെ ദേവസ്വത്തിലുള്ളതിലെ ജൂനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. എന്നേക്കാൾ സീനിയറായി വേറെ 8-10 ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കും അത് തോന്നിയിട്ടില്ല, അവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടോ, കാര്യം അവർ ഓഡിറ്റേഴ്സ് എന്ന നിലയിൽ ഒരുപക്ഷെ ദേവസ്വത്തിൻ്റെ ദൈനംദിനം ഞങ്ങളുടെ സംഗതി ശരിയാണ്. ഓഡിറ്ററുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ അയാളുടെ മുൻപിൽ വരുന്ന അക്കൗണ്ട് ആസ് പെർ റൂൾസ് റെക്കോർഡഡ് ആണോ എന്ന് നോക്കിയാൽ മതി. അതിനപ്പുറത്ത് ദേവസ്വത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഞാൻ ഭരണകാര്യത്തിൽ ഇടപെട്ടതല്ല, അവരുടെ ഒരു മെച്ചപ്പെട്ട നിർവഹണത്തിന് ആവശ്യമായ ഒരു ഉപദേശം. അത് ആരും എന്നോട് ഉപദേശം ചോദിച്ചതല്ല, ഞാൻ സ്വമേധയെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുകയും അവരുമൊക്കെ, ഞാനത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പുള്ളവർക്ക് ഇത് അറിയാഞ്ഞുകൊണ്ടല്ല എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയേക്കാൾ ഒട്ടും മോശമായിരുന്നില്ല ബാലഗംഗാധര തിലകനും ഗോപാലകൃഷ്ണ ഗോഖലെയും. പക്ഷെ ഗാന്ധിജി വന്നപ്പോഴത്തേക്ക് ആ സമരം, അതിൻ്റെ സ്വാതന്ത്ര്യ സമരം പൂർണ്ണമായിട്ടും അതിൻ്റെ ഒരു ഫലം പഴുക്കാനുള്ള സമയം വേണമല്ലോ. അതൊരു മാസ് മൂവ്മെൻ്റ് ആകാനുള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഗാന്ധിജിയുടെ രംഗപ്രവേശം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗാന്ധിജി അതിനൊരു 10-20 വർഷം മുമ്പാണ് ഈ അറ്റംപ്റ്റ് നടത്തിയെങ്കിൽ അത്രയും വലിയൊരു മൂവ്മെൻ്റായി മാറണമെന്നില്ല. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ പറഞ്ഞ സമയത്ത് അവിടെ പലരുടെയും മനസ്സിൽ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അതിന് ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് അത്, അപ്പോൾ അങ്ങനെ ഒരു നിമിത്തമായി എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്നും ആ കാര്യത്തിലൊരു സന്തോഷം തോന്നാറുണ്ട്.